ഞാനിങ്ങനെ കുണുങ്ങി കുണുങ്ങി നടന്നു പോകുന്നത് കായലോട്ടാണ്. കുറച്ച് മുരിങ്ങ വരാമെന്ന് വിചാരിച്ച്. കൊല്ലം ജില്ലയിൽ മുരിങ്ങ എന്നാണ് പറയുന്നത്. നമ്മുടെ തൃശ്ശൂരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കല്ലുമ്മക്കായാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. അങ്ങനെ കായലോട്ട് തപ്പി തപ്പി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആദ്യമായിട്ടാണോ കായലോട്ട് ഇറങ്ങണേ. കായലോട്ട് ഇറങ്ങി അവിടെ മൊത്തം തപ്പിയപ്പോൾ അതൊരു ശംഖ് കിട്ടി. എന്തോ അത്? അതാണ് ശംഖ്. അതിനകത്തുണ്ട് സാധനം. ചോദിച്ചു വെച്ചേരാ. അല്ല തന്നെ അല്ല ഞാൻ ഇരുന്നോളൂ. വിട്ടോ അതങ്ങ് ഇരുന്നോളൂ. എവിടെയും പോയി പോയണ്ട താഴോട്ട് പോയി. മുരിഞ്ഞ ഒത്തിരി ഇരിപ്പുണ്ട് ഇവിടെ. പയ്യെ ഇളക്കി ഇട്. അത് പയ്യെ ഇളക്കി എടുക്കണം. കല്ല് ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇങ്ങനെ ആട്ടി ആട്ടി ഇളക്കി എടുക്കണം. അത് അങ്ങനെ വരത്തോളൂ. അത് വരത്തില്ല, വലുതേ വരത്തോളൂ. അതെ അതുണ്ടെങ്കിലേ അത് മുരിങ്ങ ആവത്തോളൂ. ഇല്ലെങ്കിൽ തോട് കല്ലോ ചെടിക്കാൻ മതി. ഉണ്ടോ? നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഉണ്ടോന്ന് നോക്കാം. ഒന്ന് പൊളിച്ച് നോക്കാം. നോക്കട്ടെ. ക്യാമറ കാണിച്ചു. ഇതാണ് മുരിങ്ങ. പൊട്ടിയിൽ വല്ലതും ഉണ്ടോ നോക്ക്. ഇതിനകത്ത് പൊട്ടിച്ച് നോക്കാം. പയ്യടി അടിക്കാല്ലേ? ഇതിനകത്തൊന്നും കാണാനില്ല. ഇതിനകത്തൊന്നുമില്ല. അതൊന്ന് പൊട്ടിച്ചേ. ആ സാധനം ഇവിടെ അത് തന്നെ. കിട്ടിയിരിക്കുന്നു. കൈകൊണ്ടെടുത്തത് പക്ക എടുക്കുന്നതാണ്. ചെറുതാണ് കേട്ടോ. അത് വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇത്തിരി മോതാ. അത്രയേ ഉള്ളൂ. ചെറുതാ. വലിച്ച് ഇടിയൊന്ന് വെച്ചിട്ട് ഇതിന്റെ അകത്ത് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇതിന്റെ അകത്ത് കാണുന്നില്ല. അതാണ് സാധനം പോകുന്നുണ്ട്. ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. അതേ വലിച്ചിട്. അത് മാത്രം പകുതി പിടിച്ചിരുന്നു. അത് പൊട്ടിച്ചെടുക്കണം നല്ലോണം. നമുക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് കക്കയല്ല, എന്തായിരുന്നു? മുരിങ്ങ. ഞങ്ങളുടെ നാട്ടിലിതിനെ കല്ലുമ്മക്കായ എന്നാ പറയുന്നത്. കല്ലുമ്മക്കായ തൃശ്ശൂരൊക്കെ. ഇത് മുരിങ്ങ. ഞങ്ങൾ വരണേക്കാൾ മുൻപ് ആരോ വന്ന് മുരിങ്ങ വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. അതാ ഇതെല്ലാം.